രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് പൂരിക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഗ്രീൻ പീസും വെള്ള വട്ടാണയും കൂടെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഉടനെ ആ വെള്ള വട്ടാണ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതിന് നല്ലൊരു കറിക്കൊരു കൊഴുപ്പ് കിട്ടും. ഇത് ചപ്പാത്തി പൂരി ഇങ്ങനെയൊക്കെ കഴിക്കാൻ. ദോശയ്ക്ക് ഞാനത് ഉണ്ടാക്കിയത് ഇച്ചിരി കൂടെ ലൂസാക്കിയ. പൂരി ആയതുകൊണ്ട് ഞാനത് തിക്കിനായിട്ടാണ് എടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഗ്രീൻ പീസും ഈ വെള്ള വട്ടാണയും കൂടെ. അങ്ങനെ അവർക്കൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങളെല്ലാം അടുക്കളയെല്ലാം അലകോലമായിട്ട് കിടക്കുക. പിന്നെ ഇന്ന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ കൊച്ചിനെ ബസ് കയറ്റി വിടാൻ പോകണമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ച് അതിനായിട്ട് ഇങ്ങനെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ സവാള കറിവേപ്പില ഉണ്ടെങ്കിൽ വരുന്നുണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇടണേ. എന്നിട്ട് ഈ സവാള ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതിൽ നിന്ന് കുറച്ചിങ്ങ് കോരി ഇങ്ങെടുത്ത് തിരിച്ച് ഉപ്പ് ഡബ്ബയിലിട്ടില്ല, മാറ്റി അവിടെ നമ്മൾ വേറെ കൂട്ടാനുണ്ടാക്കുമല്ലോ ഇനി അതിൻ്റെ അകത്ത് ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഇങ്ങനെ ഇത്തിരി ഒന്ന് അടുക്കി പിടിച്ചാൽ നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതവിടെ അടപ്പത്തിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലവിടെ കിടക്കട്ടെ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വെക്കുന്ന ഒരു ദാൽ കറിയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തുവർ ഡാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകിയതിന് ശേഷം ഞാനവിടെ അപ്പുറത്ത് ഉണക്കമീൻ വറക്കാനായിട്ട്, ഉണക്കമീൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 2-3 മാസമായെന്ന് തോന്നുന്നു, അതിൽ കൂടുതലായി. ഞാനിങ്ങനെ വെച്ച് ഇവിടെ ഉണക്കമീൻ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ, ഇവിടെ ആരും വേറെ കഴിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പം ഞാൻ ഡാൽ കറിക്കകത്ത് ഇത്തിരി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരി ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അനന്ന് വന്നോണ്ടേ അരിയും കൂടെ കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ ദാൽ കറിക്കുള്ള കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ജീരകമായിട്ടത്, കടുകല്ല ജീരകം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും സവാളയും സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ കറിയിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ദാൽ കറിക്കൊക്കെ മല്ലിയില വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഞാൻ തീ ഓഫാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ചപ്പാത്തിയൊക്കെ കൊടുക്കാനുള്ളവർക്ക് ചപ്പാത്തി, ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ രാവിലത്തെ ആ കറി ഉണ്ടല്ലോ, അത് ചപ്പാത്തിയോട് അടിപൊളി കോമ്പിനേഷനായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ മീൻ വറക്കാനെടുത്തത്. അപ്പം ഞാൻ ആ വലിയ മീനുള്ളതിൻ്റെ തലയുടെ അകത്തെ ആ പൂവൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 എണ്ണത്തിൻ്റെ തല മൊത്തത്തിൽ ഞാനെടുത്ത് മുറിച്ച് കളഞ്ഞിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 1-2 എണ്ണത്തിൻ്റെ അകത്തെ ആ ചെകിള പൂ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.